ഹായ് ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ 8ാം ക്ലാസ് ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ 4th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത്. ദ ട്രഷർ വിത്തിൻ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്റർ കാണാത്തവർ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഈ ജി ബിസ് ക്ലാസ്സസ് എന്ന് ഈ ജി ബിസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പ്ലേലിസ്റ്റുകൾ ഓപ്പൺ ആവും. അതിൽ സി ബി എസ് ഇ ക്ലാസ് 8 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ വാട്ട് ഡിഡ് ഹഫീസ് കോൺട്രാക്ടർ ഹാവ് നൈറ്റ് മേഴ്സ് അബൌട്ട്? ഹഫീസ് കോൺട്രാക്ടറിന് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നങ്ങളിൽ ഹഫീസ് കോൺട്രാക്ടർ കണ്ടിരുന്നത്? ഹഫീസ് കോൺട്രാക്ടർ ഗോട്ട് nightmares about appearing for a mathematics examination. ഒരു മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ, മാത്സിൻ്റെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നു. എക്സാമിനേഷനിൽ ഇരിക്കുന്നു, എക്സാമിനേഷൻ ഹാളിലിരിക്കുന്നു. ആൻഡ് ഇൻ വിച്ച് ഹി ഡിഡ് നോട്ട് നോ എനിത്തിങ്. ആ എക്സാം അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അറിയാതെ ഇരിക്കുന്നു. അങ്ങനെയൊരു എക്സാം എഴുതുന്ന അല്ലെങ്കിൽ മാത്സിൻ്റെ എക്സാം എഴുതുന്നതായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ കുട്ടിയായിരുന്നപ്പോൾ വന്നിരുന്ന നൈറ്റ് മെയർ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സ്വപ്നം. വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ ടു ഹിം വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ഹിം ഡീപ്ലി? എന്താണ് പ്രിൻസിപ്പൽ ഈ ഹഫീസിനോട് പറഞ്ഞത്? ആ പറഞ്ഞത് അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അങ്ങനെ എന്തായിരുന്നു ആ പ്രിൻസിപ്പൾ പറഞ്ഞത്? വെൻ ഹഫീസ് വാസ് ഇൻ 11th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ഹിസ് പ്രിൻസിപ്പൽ സെഡ് ടു ഹിം ദാറ്റ് ഹി ഹാഡ് ബീൻ സീയിങ് ഹിം സിൻസ് ദ ഡേ 1. ആദ്യ ദിവസം തൊട്ട് ഞാൻ നിന്നെ കാണുകയാണ്. ആൻഡ് ഹീ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. നീ ഒരു നല്ല സ്റ്റുഡൻ്റാണ്. അപ്പോൾ പക്ഷേ ഹി ഹാഡ് നെവർ സ്റ്റഡീഡ്. നീ ഒരിക്കലും പഠിക്കുന്നില്ല, നീ പഠിച്ചിട്ടില്ല. നല്ല കുട്ടിയാണ്, പക്ഷെ പഠിക്കാറില്ല. ദ പ്രിൻസിപ്പൽ ടോൾഡ് ഹിം. പ്രിൻസിപ്പൽ പറഞ്ഞു ദാറ്റ് സോ ഫാർ ഹി ഹാഡ് ടേക്കൺ കെയർ ഓഫ് ഹിം. ഇതുവരെ ഹഫീസിനെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ഫ്രം ദെൻ ഓൺ, അത് കഴിഞ്ഞ് ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ഹി മെൻഷൻഡ് ഹൗ ഹഫീസ് മദർ had worked extremely hard to bring him up. ഹഫീസിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഹഫീസിൻ്റെ മദർ, ഹഫീസിന് അച്ഛനില്ല, അപ്പോൾ ഹഫീസിൻ്റെ അമ്മ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ പ്രിൻസിപ്പൽ ഹഫീസിനെ ഓർമ്മിപ്പിച്ചു. ആൻഡ് ഹാഡ് പെയ്ഡ് ഓൾ ഹിസ് ഫീസ്. എല്ലാ ഫീസും ആ അമ്മ കഷ്ടപ്പെട്ടടച്ചു ഫോർ ഓൾ ദോസ് ഇയേഴ്സ്. ആൻഡ് ഹവർ ഹി ഹാഡ് ഓൺലി പ്ലേഡ് ഗെയിംസ്. പക്ഷേ ഹഫീസ് എന്താ ചെയ്തത്? കളിക്കുക മാത്രമാണ് ചെയ്തത്. ആൻഡ് ഹി ദസ് ടോൾഡ് ഹഫീസ് ടു റൈസ് അപ്പ് ടു ദ ഒക്കേഷൻ ആൻഡ് സ്റ്റഡി. ആ സ്ഥിതിയെല്ലാം മനസ്സിലാക്കി നന്നായി പഠിക്കാനാണ് അദ്ദേഹം അഡ്വൈസ് ചെയ്തത്. ദീസ് വേർഡ്സ് ഇൻഫ്ലുവൻസ്ഡ് ഹഫീസ് ഇൻ എ ഡീപ്പ് മാനർ. വളരെ അധികം ഈ പ്രിൻസിപ്പലിൻ്റെ ഈ വേർഡ്സ് ഹഫീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. That year I did not step out onto the field. What was he busy doing that year? ആ വർഷം ഞാൻ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയതേ ഇല്ല. എന്തായിരുന്നു ആ ഹഫീസ് ആ വർഷം ചെയ്തത്? എന്ത് ചെയ്യുകയായിരുന്നു? ഹി വാസ് ബിസി സ്റ്റഡിയിങ് ദാറ്റ് ഇയർ. ഹഫീസ് ആ വർഷം എന്തായിരുന്നു? തിരക്ക് പഠിക്കുകയായിരുന്നു. ആൻഡ് ഹി വെൻറ്റ് ഫോർ പ്രേയേഴ്സിന് പോകും. അതുപോലെ തന്നെ ആൻഡ് ജസ്റ്റ് എയ്റ്റ് ആൻഡ് സ്റ്റഡീഡ്. ഭക്ഷണം കഴിക്കും, പഠിക്കും. വാട്ട് ഡിസ്ട്രാക്ഷൻ ഡിഡ് ഹഫീസ് കോൺട്രാക്ടർ ക്രിയേറ്റ് വൺ ഡേ? എന്ത് ഡിസ്ട്രാക്ഷനാണ് ഈ ഹഫീസ് ഒരു ദിവസം ഉണ്ടാക്കിയത്? വുഡ് യു ഹാവ് ലൈക്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്ട്രാക്ഷൻ? ഹാഡ് യു ബീൻ വിത്ത് ഹിം? നീ ഹഫീസിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ ഡിസ്ട്രാക്ഷനിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു? എന്താ ഡിസ്ട്രാക്ഷൻ എന്ന് നോക്കാം. ഹഫീസ് മെൻഷൻസ് ഹൗ വൺ ഡേ ഹി ഡിഡ് നോട്ട് വോണ്ട് ടു സ്റ്റഡി. ഒരു ദിവസം അവന് പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ദാസ്
ഹി ഡിസൈഡഡ് ടു ക്രിയേറ്റ് എ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഹഫീസ് ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഫോർ വൺ ഹോൾ അവർ, മൊത്തം ഒരു മണിക്കൂർ മൊത്തം ഹി പ്ലേഡ് ചോർ പോലീസ്, കള്ളനും പോലീസും, വിത്ത് ഹിസ് ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ കള്ളനും പോലീസും കളിച്ചു. അതായിരുന്നു ആ ഡിസ്ട്രാക്ഷൻ. ഈസ് ഇറ്റ് ലൈക്ലി ദാറ്റ് സം വൺ ഹു ഈസ് ഒറിജിനൽ ആൻഡ് ഇൻ്റലിജൻറ്റ്, ഒറിജിനലും ആണ് ഇൻ്റലിജൻറ്റും ആണ്, ഡു നോട്ട് ഡു വെരി വെൽ അറ്റ് സ്കൂളിൽ വളരെ അധികം മാർക്കൊന്നും കിട്ടുന്നില്ല, വളരെ നല്ല പെർഫോമൻസ് അല്ല സ്കൂളിൽ. ഷുഡ് സച്ച് എ ലേണർ ബി കോൾഡ് എ ഫെയിലിയർ? ആ ലേണറിനെ, ആ കുട്ടിയെ ഒരു ഫെയിലിയർ എന്ന്, ഒരു തോൽവി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇഫ് നോട്ട്, വൈ നോട്ട്? അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ടും അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് സം വൺ ഹു ഈസ് ഒറിജിനൽ ആൻഡ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഡസ് നോട്ട് ഡു വെരി വെൽ അറ്റ് സ്കൂൾ. ഒരു സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി ഒറിജിനലും ഇൻ്റലിജൻറ്റും ആയിരിക്കാം, പക്ഷേ സ്കൂളിൽ നല്ല പെർഫോമൻസ് ചിലപ്പോൾ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ടാവില്ല. സച്ച് എ ലേണർ ഷുഡ് നോട്ട് ബി കോൾഡ് എ ഫെയിലിയർ. അത് ആ ലേണറിനെ ഒരു ഫെയിലിയർ എന്നൊരിക്കലും നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. ആൻഡ് എവ്രി വൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ട്. ആൻഡ് ദോസ് ഹൂ ആർ അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ആൻഡ് ഡു നോട്ട് ഡു വെൽ, ദോസ് ഹൂ ആർ നോട്ട് അക്കാഡമിക്കലി ബ്രില്യൻറ്റ്, നോട്ട് എന്ന് വേണം, നോട്ട് അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ആൻഡ് ഡു വെൽ ഇൻ അതർ ഫീൽഡ്സ്. ചിലർ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരിക്കില്ല, പക്ഷേ മറ്റുള്ള ഫീൽഡിൽ നല്ല കഴിവുണ്ടായിരിക്കാം. ഹഫീസ് കോൺട്രാക്ടർ വാസ് നോട്ട് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. അത്ര വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഹഫീസ് കോൺട്രാക്ടറും. ഹവവർ, എന്നിരുന്നാലും ഹി ഹാഡ് ദ ടാലൻറ്റ് ഫോർ കൺസ്ട്രക്ഷൻ, ഡ്രോയിങ്, അതിനെല്ലാം നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു. ഹീ ഈസ് നൗ വൺ ഓഫ് ദ ലീഡിങ് ആർക്കിടെക്ട്സ്. ലീഡിങ് ആർക്കിടെക്റ്റാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ്. ഓരോരുത്തർക്കും അവരവരുടേതായ ടാലൻറ്റുകൾ, കഴിവുകളുണ്ട്. വിച്ച് മേ ഓർ മേ നോട്ട് ബി വിസിബിൾ ഇൻ ദ അക്കാഡമിക് റിപ്പോർട്ട്. അക്കാഡമിക് റിപ്പോർട്ടിൽ അത് കാണാനോ കാണാതിരിക്കാനോ കഴിയാൻ പറ്റും. ദിസ് ഈസ് വൈ സ്റ്റുഡൻസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഷോക്കേസ് ദെയർ ടാലൻറ്റ്സ്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റുഡൻസിന് അവരുടെ ടാലൻറ്റ് കാണിക്കാനുള്ള അവസരം കൊടുക്കണം. ആൻഡ് വർക്ക് ഓൺ ദെം, അതിലവർ വർക്കും ചെയ്യണം ആ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് ദേ ഷുഡ് നോട്ട് ബി കോൾഡ് ഫെയിലിയേഴ്സ്. അവരെ ഫെയിലിയർ അല്ലെങ്കിൽ തോൽവി എന്നൊരിക്കലും വിളിക്കരുത്. ഹഫീസ് കോൺട്രാക്ടഡ് വാണ്ടഡ് ടു ജോയിൻ ദ പോലീസ് ഫോഴ്സ്. വൈ ഡിഡിൻ ഹി? അപ്പോൾ ഹഫീസ് കോൺട്രാക്ടർക്ക് പോലീസിൽ ചേരാൻ വളരെ താല്പര്യമായിരുന്നു, പക്ഷേ എന്തുകൊണ്ടും ചേർന്നില്ല. ഹഫീസ് കോൺട്രാക്ടർ ഡിഡ് നോട്ട് ജോയിൻ പോലീസ് ഫോഴ്സ് ബിക്കോസ് ഹിസ് മദർ ടോൾഡ് ഹിം നോട്ട് ടു. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു പോലീസിൽ ചേരരുത് എന്ന്. അതുകൊണ്ടാണ് പോലീസിൽ ചേരാതിരുന്നത്. ഹിസ് മദർ ടോൾഡ് ഹിം ടു ഡു ഹിസ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് അമ്മ പറഞ്ഞത്. ഇൻ ദ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ ഹഫീസ് കോൺട്രാക്ടർ വാസ് അഡ്വൈസ് ടു ഡ്രോപ്പ് എവറിത്തിങ് ആൻഡ് ജോയിൻ ആർക്കിടെക്ചർ. വൈ? എല്ലാം വിട്ട് ആർക്കിടെക്ചർ ജോയിൻ ചെയ്യാനായിട്ട് ഹഫീസ് കോൺട്രാക്ടറിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ്? വെൻ ഹഫീസ് കോൺട്രാക്ടർ വാസ് ഇൻ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിലായിരുന്നപ്പോൾ ഹി സോ സംബഡി ഡ്രോയിങ് എ വിൻഡോ ഡീറ്റെയിൽ. ഒരു വിൻഡോൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് കണ്ടു ആരോ ഒരാൾ. ഹി ടോൾഡ് ഹിം, ഹഫീസ് കോൺട്രാക്ടറുടെ അയാളോട് പറഞ്ഞു ദാറ്റ് ഹിസ് ഡ്രോയിങ് വാസ് റോങ്. ആ വരയ്ക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ദ വിൻഡോ ഹി ഹാഡ് ഡ്രോൺ വുഡ് നോട്ട് ഓപ്പൺ. ആ വരയ്ക്കുന്ന വിൻഡോ അങ്ങനെ പണി ചെയ്ത് കഴിഞ്ഞാൽ അത് തുറക്കാൻ പറ്റില്ല എന്ന് ഹഫീസ് കോൺട്രാക്ടർ അയാളോട് പറഞ്ഞു. ലേറ്റർ, അത് കഴിഞ്ഞപ്പോൾ, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഡ്രോയിങ് വാസ് ഇൻഡീഡ് റോങ്. ആ ഡ്രോയിങ് തെറ്റായിരുന്നു എന്ന് പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായി. സീയിങ് ദിസ്, അത് കണ്ടപ്പോഴാണ് കസിൻസ് ഹസ്ബൻഡ്, ആർക്കിടെക്റ്റായിരുന്ന ഈ കസിൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റാണ്. ആ ആർക്കിടെക്റ്റ് ആസ്ക്ഡ് ഹിം ടു ഡ്രോ എ ഫ്യൂ സ്പെസിഫിക് തിങ്സ്, കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാൻ പറഞ്ഞു. വിച്ച് ഹി ഇമ്മീഡിയറ്റ്ലി ഡിഡ്. പെട്ടെന്ന് തന്നെ ഹഫീസ് കോൺട്രാക്ടർ അത് വരച്ചു കൊടുത്തു. ദെൻ ഹി ആസ്ക്ഡ് ഹിം ടു ഡിസൈൻ എ ഹൗസ്. ഒരു ഹൗസ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഹി കംപ്ലീറ്റഡ് ദിസ് ടാസ്ക് ആസ് വെൽ. ആ ടാസ്കും ഹഫീസ് കോൺട്രാക്ടർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ആർക്കിടെക്ചർ വാസ്
ക്ലിയർലി വിസിബിൾ ഫ്രം ദീസ് ഇൻസിഡൻസ്. ഈ ഇൻസിഡൻസിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഹാഫീസ് കോൺട്രാക്ടറിൻ്റെ ആർക്കിടെക്ചർ വരയ്ക്കാനുള്ള, പ്ലാൻ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. ദസ് ഹി വാസ് ടോൾഡ് ടു ഡ്രോപ്പ് എവറിതിങ് ആൻഡ് ജോയിൻ ആർക്കിടെക്ചർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഹാഫീസ് കോൺട്രാക്ടറോട് പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ച് ആർക്കിടെക്ചറിൽ ജോയിൻ ചെയ്യാനായിട്ട്. What was Mrs. Gupta's advice to Hafiz contractor and what made her advise him? എന്തായിരുന്നു മിസ്സിസ് ഗുപ്തേൻ്റെ അഡ്വൈസ് ഹഫീസ് കോൺട്രാക്ടറിനോട്? എന്ത് അഡ്വൈസാണ് കൊടുത്തത് മിസ്സിസ് ഗുപ്ത? മിസ്സിസ് ഗുപ്ത, ഹു വാസ് ഹഫീസ് കോൺട്രാക്ടേഴ്സ് ടീച്ചർ ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് ഗ്രേഡ്, സെക്കൻഡോ തേർഡോ ക്ലാസ്സിൽ, സ്റ്റാൻഡേർഡിൽ ഈ ഹഫീസ് കോൺട്രാക്ടറിൻ്റെ ടീച്ചറായിരുന്നു മിസ്സിസ് ഗുപ്ത. ആൻഡ് അഡ്വൈസ്ഡ് ഹിം ടു ബിക്കം എൻ ആർക്കിടെക്ട് വെൻ ഹി ഗ്രോ അപ്പ്. വലുതായി കഴിയുമ്പോൾ ഒരു ആർക്കിടെക്റ്റ് ആവാനാണ് ഈ മിസ്സിസ് ഗുപ്ത അദ്ദേഹത്തിനോട് അഡ്വൈസ് ചെയ്തത്. ഷീ ഓൾവേസ് സെഡ് ടു ഹിം, എന്തുകൊണ്ടാണ് അഡ്വൈസ് ചെയ്തത്? ഷീ സെഡ് ടു ഹിം ദാറ്റ് ഹി വാസ് ക്വൈറ്റ് യൂസ്ലെസ് ഇൻ എവറിഥിങ്. എല്ലാ കാര്യത്തിലും ഈ ഹഫീസ് കോൺട്രാക്ടർ യൂസ്ലെസ് ആണ്, ഒന്നും കൊള്ളാത്തവനാണ്, എക്സെപ്റ്റ് ഫോർ ഹിസ് സ്കെച്ചസ്. വരയ്ക്കൽ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യാനുള്ള കഴിവ് അല്ലാതെ മറ്റെല്ലാത്തിലും യൂസ്ലെസ് ആണ്. പക്ഷെ നന്നായി വരയ്ക്കും. വിച്ച് വെയർ ഓൾവേസ് വെരി ഗുഡ്. ആ സ്കെച്ചസ്, ആ പടങ്ങൾ വളരെ നല്ലതാണ് എപ്പോഴും. ദെർഫോർ ഷീ അഡ്വൈസ്ഡ് ഹിം ടു ടേക്ക് അപ്പ് ആർക്കിടെക്ചർ. അതുകൊണ്ടാണ് ആർക്കിടെക്ചർ എല്ലാം ഉപേക്ഷിച്ച് ആർക്കിടെക്ചർ എടുക്കാൻ പറഞ്ഞത്, ആർക്കിടെക്ചർ പഠിക്കാൻ പറഞ്ഞത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിൻ്റെയും പലതിൻ്റെയും പ്ലാൻ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്, അതിൽ സ്കെച്ചസ് ഉണ്ടാക്കാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹൗ ഡിഡ് ഹീ ഹെൽപ്പ് ഫെലോ സ്റ്റുഡൻസ് ഹു ഹാഡ് ലോസ്റ്റ് എ ബട്ടൺ? ഒരു ബട്ടൺ പോയ കൂട്ടുകാരെ ഈ ഹഫീസ് കോൺട്രാക്ടർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ്? വെൻ ഹിസ് ഫെലോ സ്റ്റുഡൻസ് ലോസ്റ്റ് എ ബട്ടൺ, ഒരു ബട്ടൺ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഹി ഹെൽപ്ഡ് ഹിം ബൈ കട്ടിങ് എ ബട്ടൺ ഫ്രം ദ ചോക്ക് ബൈ യൂസിങ് എ ബ്ലേഡ്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചോക്കിനെ കട്ട് ചെയ്ത് ബട്ടൺ ഉണ്ടാക്കി അത് പിടിപ്പിക്കും. വിച്ച് റൂൾ ഡിഡ് ഹി ബ്രേക്ക് ആസ് എ സ്കൂൾ ബോയ് ആയിരുന്നപ്പോൾ എന്ത് റൂളാണ് അദ്ദേഹം ഈ ഹഫീസ് കോൺട്രാക്ടർ ബ്രേക്ക് ചെയ്തത്? ആസ് എ സ്കൂൾ ബോയ് ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ തിങ്സ് റാദർ ദാൻ അക്കാഡമിക്സ്. പഠിത്തത്തെക്കാളും കൂടുതൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ഇൻട്രസ്റ്റ്. ഇഫ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മഴ പെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ, ഹി വുഡ് തിങ്ക് ഓഫ് ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കും. ആൻഡ് ഹൗ ടു ബിൽഡ് എ ഡാം ടു ബ്ലോക്ക് ഇറ്റ്, അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ഒരു ഡാം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കും. ആൻഡ് ഹി തോട്ട് അബൌട്ട് ദ ഫ്ലോ ഓഫ് വാട്ടർ വിത്തിൻ ദ ഡാമിൻ്റെ ഉള്ളിൽ ഉള്ള വാട്ടറിൻ്റെ ഫ്ലോയിനെ കുറിച്ച് ചിന്തിക്കും. ആൻഡ് ഹൗ മച്ച് വാട്ടർ ദ ഡാം വുഡ് ബി ഏബിൾ ടു ഹോൾഡ്, എത്ര വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ആ ഡാമിന് സാധിക്കും എന്ന് ചിന്തിക്കും. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ഗെയിംസ്, റണ്ണിങ് അറൗണ്ട് ആൻഡ് പ്ലേയിങ് ജോക്സ് ആൻഡ് പ്രാങ്ക്സ് ഓൺ അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കളിക്കാനും ഓടി നടക്കാനും ജോക്ക് പറയാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യാനും ഒക്കെ ആയിരുന്നു താല്പര്യം. ഹീ കോപ്പിഡ് ഇൻ ദ ക്ലാസ് ഡ്യൂറിങ് ദ എക്സാം ആകുമ്പോൾ കോപ്പി അടിക്കും. ആൻഡ് ഹീ യൂസ് ടു ഗെറ്റ് ഹോൾഡ് ഓഫ് എക്സാമിനേഷൻ പേപ്പർ ദാറ്റ് ഹാഡ് ബീൻ പ്രിപ്പയർഡ്. ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആൻഡ് അത് മാത്രം എഴുതി വയ്ക്കാറുള്ളൂ. as he could not remember things that had been taught to him in the class. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊന്നും അവന് ഓർമ്മയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എഴുതി വെച്ചിട്ട് വരും. ആൻഡ് വാട്ട് ഈസ് ഹഫീസ് കോൺട്രാക്ടേഴ്സ് ഡെഫിനിഷൻ ഓഫ് മാത്തമാറ്റിക്സ്? ഹഫീസ് കോൺട്രാക്ടറിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഹൗ വുഡ് യു വോണ്ട് ടു ഡിഫൈൻ നിങ്ങളായിരുന്നെങ്കിൽ മാത്തമാറ്റിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡു യു ലൈക്ക് ദി സബ്ജക്റ്റ്? ആ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. He said that ഹഫീസ് കോൺട്രാക്ടർ കൊടുത്ത ഡെഫിനിഷൻ, മാത്തമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, he said that putting ഡിസൈൻ ചെയ്യുക, കൺസ്ട്രക്ഷൻ, സൈക്കോളജി ആൻഡ് സോഷ്യോളജി ടുഗെദർ. ഡിസൈനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ എല്ലാം കൂടി ഒരു ഡിസൈൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ വരയ്ക്കുക,
അതാണ് മാത്തമാറ്റിക്സ്. ആൻഡ് മേക്കിംഗ് എ സ്കെച്ച് ഫ്രം ഓൾ ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ്. ഇതിൽ നിന്നെല്ലാം ഡിസൈനിൽ നിന്നും ഡിസൈനിങ്ങിലും കൺസ്ട്രക്ഷനും സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാം ചേർത്ത് ഒരു സ്കെച്ച് ഉണ്ടാക്കുക, പ്ലാൻ ഉണ്ടാക്കുക, അതാണ് മാത്തമാറ്റിക്സ് എന്നാണ് ഈ ഹഫീസ് കോൺട്രാക്ടർ പറയുന്നത്. അപ്പോൾ അവിടെ അവസാനിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.